അപ്പോൾ നമ്മൾ ഫസ്റ്റ് ബ്ലോക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി സെക്കൻഡ് ബ്ലോക്കാണ്. ഇനി ഇവിടെ നിന്ന് ഇങ്ങോട്ടാണ് നമ്മുടെ പ്രോസസ്സിങ് തുടങ്ങുന്നത്. അഥവാ കാൽക്കുലേഷൻസും പ്രോബ്ലംസുകളും എല്ലാം വരുന്നത് ഇവിടെയാണ് കേട്ടോ. മീൻസ് നമുക്ക് ലെഡ്ജർ, ജേണൽ, സബ്സിഡിയറി ബുക്ക്, ട്രയൽ ബാലൻസ് ഇതൊക്കെ നമുക്ക് എന്താണ് ഈ ഒരു ചാപ്റ്ററിലാണ് വരുന്നത്. ലൈവിൽ കയറുന്നവർ വേഗം വരിക കേട്ടോ. ഒരു 5 മിനിറ്റിൻ്റെ ഉള്ളിൽ പെട്ടെന്ന് കയറാൻ നോക്കുക കേട്ടോ. ഓക്കെ, അപ്പോൾ നോക്കാം. സെക്കൻഡ് ബ്ലോക്കിൻ്റെ മെയിൻ ഹെഡ് എന്താണ്? അക്കൗണ്ടിങ് പ്രോസസ്സാണ്. അക്കൗണ്ടിങ്ങിൻ്റെ പ്രോസസ്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഇവിടെ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. ദെൻ അതിൽ 5ാമത്തെ യൂണിറ്റ് എന്ന് പറയുന്നത് ജേണൽ ആൻഡ് ലെഡ്ജർ കേട്ടോ. ജേണൽ ആൻഡ് ലെഡ്ജറാണ്. ദെൻ 6ാമത്തെ യൂണിറ്റ് സബ്സിഡിയറി ബുക്കാണ്. ദെൻ അതുപോലെ യൂണിറ്റ് 7 പറയുന്നത് ട്രയൽ ബാലൻസ് ആണ്. ഇത്രയും ഭാഗമാണ് നമുക്ക് സെക്കൻഡ് ബ്ലോക്കിൽ ഉള്ളത്. 3 ചാപ്റ്റേഴ്സാണുള്ളത് കേട്ടോ. അതിൽ 5ാമത്തെ ചാപ്റ്റർ 5th ചാപ്റ്ററാണ് നമുക്ക് പറയാനുള്ളത്. 5th ചാപ്റ്ററിൽ നമ്മൾ എന്താണ് നോക്കാം. 5th ചാപ്റ്ററിൻ്റെ നെയിം ജേണൽ ആൻഡ് ലെഡ്ജറാണ്. ജേണൽ എന്താണെന്നും ലെഡ്ജർ എന്താണെന്നുള്ളതാണ് നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. അത് പ്രോബ്ലം ആയിട്ടും തിയറി ആയിട്ടും പറയുന്നുണ്ട്. ദെൻ ജേണൽ എന്താണെന്ന് നമുക്കറിയാമല്ലോ അല്ലേ. എന്താ ജേണൽ എന്ന് പറഞ്ഞാൽ റെക്കോർഡ് ചെയ്യപ്പെടുന്നതിനെയാണ് അല്ലേ, നമ്മൾ എഴുതി വെക്കുന്നതിനെയാണ്. ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസുകൾ എഴുതി വെക്കുന്നതിനെയാണ് നമ്മൾ അല്ലേ അതിനെ ജേണൽ എന്ന് പറയുന്നത്. റെക്കോർഡ് ചെയ്യപ്പെടുകയാണ്. ദെൻ അപ്പോൾ നോക്കാം. ഇതിൽ ഫസ്റ്റ് ഓഫ് ഓൾ പറയുന്നത് വാട്ട് ഈസ് എ ജേണൽ, എന്താണ് ജേണൽ. ദെൻ അതുപോലെ ഫോംസ് ഓഫ് ദ ജേണൽ, എങ്ങനെയാണ് ജേണൽ നമ്മൾ എഴുതുന്നത്. നമ്മൾ ജേണലിൻ്റെ ഒരു ഫോർമാറ്റ് ഉണ്ട്, ശരിക്കൊരു ഫോർമാറ്റ് ഉണ്ട്, ഫോമുണ്ട്. ഒരു ഫോംസിലാണ് നമ്മൾ എഴുതുന്നത്. അതെന്താണെന്നുള്ളത്. ദെൻ അതുപോലെ സ്റ്റെപ്സ് ഓഫ് ജേണൽ. ദെൻ ട്രാൻസാക്ഷൻ ഓഫ് എ ഡിഫറെൻറ്റ് ടൈപ്സുകൾ ഏതൊക്കെയാണ്? റിലേറ്റിംഗ് ടു പർച്ചേസ് ഓഫ് സെയിൽസ്, അതിൽ തന്നെ സെയിൽ ഫോർ എ ഗുഡ്സ് ഫോർ ക്യാഷിന് വേണ്ടിയിട്ട് സെയിൽ ചെയ്യുന്നതും പർച്ചേസ് ചെയ്യുന്നതും അതുമായി ബന്ധപ്പെട്ട ട്രാൻസാക്ഷൻസുകൾ. ദെൻ അതുപോലെ ക്രെഡിറ്റിന് നമ്മൾ സാധനങ്ങൾ വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. ദെൻ നെക്സ്റ്റ് റിലേറ്റിംഗ് ടു റിട്ടേൺ, ഗുഡ്സ് നമ്മൾ റിട്ടേൺ കൊടുക്കുമല്ലോ, അത് നമ്മൾ എവിടെയാണ് കാണിക്കാറുള്ളത്, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ. ദെൻ അതുപോലെ പർച്ചേസ് ഓഫ് സെയിൽസ് ഓഫ് അസറ്റ് നമ്മൾ എന്ത് ചെയ്യുക, വാങ്ങുകയും വിൽക്കുകയും ചെയ്യുക, അതുമായി ബന്ധപ്പെട്ട ട്രാൻസാക്ഷൻസുകൾ എന്തൊക്കെയാണെന്നുള്ളത്. ദെൻ അതുപോലെ എക്സ്പെൻസും ഇൻകം റിലേറ്റഡ് ആയിട്ടുള്ള ട്രാൻസാക്ഷൻ ടൈപ്സുകളാണ് ഈ പറയുന്നത് കേട്ടോ. ദെൻ അതുപോലെ അതർ റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് ഓഫ് ക്യാഷ്. ദെൻ റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് ബൈ ചെക്ക് ക്യാഷിലും ചെക്കിലും നമ്മൾ എങ്ങനെയാണ് ചെയ്യുന്നത്. ദെൻ അതുപോലെ പ്രൊപ്പറേറ്ററി പ്രൊപ്പറേറ്ററില്ലേ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്തുള്ള ആളുകൾ, അവരുമായി ബന്ധപ്പെട്ട ട്രാൻസാക്ഷൻസുകൾ. ക്യാഷ് ഡിസ്കൗണ്ട് എന്താണെന്നുള്ളത്. ദെൻ അതുപോലെ റിലേറ്റിംഗ് ബാഡ് ഡെബ്റ്റ്സ് എന്താ, ഇതൊക്കെ സിമ്പിളായിട്ട് ഓരോ ചെറിയ വാക്കിൽ പറയാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. ദെൻ അതുപോലെ കോമ്പൗണ്ട് എൻട്രി ജേണൽ എൻട്രി എന്താണ്, ഓപ്പൺ എൻട്രി എന്താണ്, പിന്നെ അതുപോലെ കാസ്റ്റിംഗ് ആൻഡ് ക്യാരി ഫോർവേഡ്. ഇനിയുള്ളതാണ് ലെഡ്ജറുമായി. അപ്പം 2 കാര്യങ്ങളും നമ്മൾ ഇതിൽ നോക്കുന്നുണ്ട്. ജേണലും ഉണ്ട്, ദെൻ ലെഡ്ജറും ഉണ്ട് കേട്ടോ. ജേണലും ഉണ്ട്, ലെഡ്ജറും ഉണ്ട്. ഇനി ഉള്ളത് ലെഡ്ജർ എന്താണ്, ഫോംസ് ഓഫ് ലെഡ്ജർ, പോസ്റ്റിങ്ങിന് എങ്ങനെയാണ് നമ്മൾ ലെഡ്ജറിൽ നമ്മൾ പോസ്റ്റ് ചെയ്യുന്നത്, ട്രാൻസാക്ഷൻസുകൾ. ദെൻ അതുപോലെ ബാലൻസിങ് ലെഡ്ജർ അക്കൗണ്ട്, സിഗ്നിഫിക്കൻസ് ഓഫ് ബാലൻസ്, ദെൻ പോസ്റ്റിംഗ് ആൻഡ് ഓപ്പണിംഗ് എൻട്രി. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു യൂണിറ്റ് 5th പറയാനുള്ളത് കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് ഓരോന്ന് എന്താണെന്ന് ജസ്റ്റ് ഒന്ന് വേഗം ഒന്ന് പറഞ്ഞിട്ട് പോവാം. അപ്പോൾ നോക്കുക, ഇൻട്രൊഡക്ഷനൊക്കെ പറയാം. ഇൻട്രൊഡക്ഷനിലൊന്നും എന്താണ് നോക്കുക, 2 അക്കൗണ്ട്സുകൾ നമുക്കറിയാം. ട്രാൻസാക്ഷൻസുകൾ റെക്കോർഡ് ചെയ്യപ്പെടുന്നതിനെയാണ് അല്ലേ എന്ത് പറയുന്നത്, ജേണൽ എന്ന് പറയുന്നത്. ഇതിൽ തന്നെ ജേണലിൽ നമ്മൾ സിംഗിൾ ആസ്പെക്റ്റ് ഒരിക്കലും യൂസ് ചെയ്യാറില്ല. അല്ലേ
ഡുവൽ ആസ്പെക്ട്സുകളാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഡുവൽ ആസ്പെക്ട്സ് ഏതൊക്കെയാണ്? റിസീവിങ്ങും ഗിവിങ്ങും റിസീവിങ്ങും അല്ലെ, 2 ആസ്പെക്ട്സുകളുണ്ട്. അതിൻ്റെ ബേസിലാണ് നമ്മൾ ബുക്സുകൾ, ജേണൽസും ബുക്സ് ഓഫ് അക്കൗണ്ട്സുകൾ നമ്മൾ പ്രിപ്പയർ ചെയ്യാനുള്ളത്. പിന്നെ ട്രാൻസാക്ഷൻസുകൾ റെക്കോർഡ് ചെയ്യപ്പെടുന്നതിന് നമ്മൾ ജേണൽ എന്ന് പറയുന്നു. ദെൻ അതിനെ നമ്മൾ സെക്കൻഡ് സ്റ്റേജിലായിട്ട് എൻട്രി ചെയ്യുന്ന ബുക്കാണ് ലെഡ്ജർ എന്ന് പറയുന്നത്. ഡിഫറൻ്റ് ആയിട്ടുള്ള സ്റ്റേജുകളിലൂടെ നമുക്ക് ഈ ഒരു ഡെബിറ്റും ക്രെഡിറ്റിൻ്റെ റൂൾസ് ഇല്ലേ, അത് പ്രകാരം ഡിഫറൻ്റ് ആയിട്ടുള്ള ക്ലാസ്സസിലൂടെ നമുക്ക് അക്കൗണ്ട്സുകൾ പ്രിപ്പയർ ചെയ്യാനുണ്ട്. അപ്പോൾ അതാണ് നമുക്ക് ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ ഇതിൽ തന്നെ 2 സ്റ്റേജുകളുണ്ട്, ജേർണലിസിങ്ങും അതുപോലെ പോസ്റ്റിംഗ് ലെഡ്ജറും. അപ്പോൾ ലെഡ്ജർ എന്താണെന്നും ജേണൽ എന്താണെന്നും പഠിക്കണ്ടല്ലോ. അപ്പോൾ അതിൽ തന്നെ അതിൻ്റെ ബേസ് ചെയ്തിട്ട് 2 സ്റ്റെപ്സുകളാണുള്ളത്, 2 സ്റ്റേജുകൾ. ഒന്നാമത്തെ ജേണലൈസിങ് എന്ന് പറഞ്ഞാൽ നമ്മൾ ട്രാൻസാക്ഷൻസുകൾ റെക്കോർഡ് ചെയ്യപ്പെടുന്ന ആ ഒരു ആക്ടിവിറ്റിക്കാണ് എന്ത് പറയുന്നത്, ജേണലൈസിങ് എന്ന് പറയുന്നത് കേട്ടോ. ദെൻ പോസ്റ്റിംഗ് ഇൻ ടു ലെഡ്ജർ എന്താ, അതന്നെ നമ്മൾ ഇതിനെ ലെഡ്ജർ ചെയ്തതിനെ നമ്മൾ വീണ്ടും എന്താക്കിയിട്ട് മാറ്റുകയാണ്, ഓരോ അക്കൗണ്ട്സുകൾ സെപ്പറേറ്റ് ആയിട്ടുള്ള അക്കൗണ്ട്സുകൾ, പേഴ്സണൽ അക്കൗണ്ട്സ് വേറെ അല്ലേ, പിന്നെ അതുപോലെ റിയൽ അക്കൗണ്ട് വേറെ, അങ്ങനെ എന്താണ് ഗ്രൂപ്പുകളാക്കിയിട്ട് മാറ്റിയിട്ട് അക്കൗണ്ട്സുകൾ പ്രിപ്പയർ ചെയ്യുന്നതാണ് ലെഡ്ജർ എന്ന് പറയുന്നത്. അപ്പോൾ ആ രീതിയിലും നമുക്ക് ചെയ്യാനുണ്ട് ഈ ഒരു ചാപ്റ്ററിൽ കേട്ടോ. അത്രയാണ് ഇൻട്രൊഡക്ഷനായിട്ട് പറയുന്നത്. നെക്സ്റ്റ് നോക്കാം. ഇനി വാട്ട് ഈസ് എ ജേണൽ, എന്താണ് ജേണൽ എന്നുള്ളത്. ഓക്കെ, നോക്കാം. എ ജേണൽ ഈസ് എ കോൾഡ് ബുക്സ് ഓഫ് എ പ്രൈം എൻട്രി, ആൾസോ കോൾഡ് ബുക്സ് ഓഫ് ഒറിജിനൽ എൻട്രി അല്ലേ. നമ്മൾ ഒരു അക്കൗണ്ട്സിൻ്റെ ജേണൽ എന്ന് പറയുന്നത് പ്രൈം എൻട്രിയാണ്, ആദ്യം നമ്മൾ റെക്കോർഡ് ചെയ്യപ്പെടുന്ന എൻട്രിയാണ്, ബുക്കാണ് ജേണൽ എന്ന് പറയുന്നത്. ഇത് ഒറിജിനൽ എൻട്രിയാണ്, ബുക്സ് ഓഫ് ഒറിജിനൽ എൻട്രിയാണ് ഏത് ജേണൽ എന്ന് പറയുന്നത്. നമ്മൾ ട്രാൻസാക്ഷൻസുകൾ പ്രൈമറിലി നമ്മൾ എഴുതി വെക്കുന്ന ഒരു ബുക്കാണ് ഏത് ജേണൽ എന്ന് പറയുന്നത്. ഓക്കെ, ഓൾ ബിസിനസ് ട്രാൻസാക്ഷൻ ആർ എൻറ്റേർഡ് ഫസ്റ്റ് ഇൻ ദിസ് ബുക്ക്. ഫസ്റ്റിൽ നമ്മൾ ബിസിനസ് ട്രാൻസാക്ഷൻസുകളെല്ലാം, നമ്മൾ ബിസിനസ്സിൽ നടക്കുന്ന എല്ലാ ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസുകളും നമ്മൾ ഫസ്റ്റിൽ റെക്കോർഡ് ചെയ്യപ്പെടുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഈ ഒരു ജേണൽ എന്ന് പറയുന്നത്. ഓക്കെ, ദി ട്രാൻസാക്ഷൻ ആർ റെക്കോർഡഡ് ഇൻ ദ ബുക്സ് ഓഫ് ഇൻ ദ ഓർഡർ ദ ഒക്കെയർ അല്ലെ. ഈ ബുക്സിൽ നമുക്ക് എന്തൊക്കെയാണ് എവിടേക്കാണ് നമ്മൾ ഒക്കെയർ ചെയ്തത് എന്നുള്ളത് നമ്മൾ കറക്റ്റായിട്ട് റെക്കോർഡ് ചെയ്യപ്പെടുന്നുണ്ട്. ക്രോണോളജിക്കൽ ഓർഡറിൽ നമ്മൾ ചെയ്യുന്നുണ്ട്. റിസീവിങ്ങും അതുപോലെ ഗിവിങ്ങും ആസ്പെക്ട്സിലാണ് നമ്മൾ ഈ ഒരു ഇത് ചെയ്യുന്നത്, ബുക്സുകൾ നമ്മൾ ചെയ്യുന്നത്. 2 ആസ്പെക്ട്സ് വെച്ചിട്ടാണ് നമ്മൾ ജേണൽ നമ്മൾ ചെയ്യാറുള്ളത്, റിസീവ് ചെയ്യുന്നതും അതുപോലെ ഗിവ് ചെയ്യുന്നതും. ഓക്കെ, അത് 2 ആസ്പെക്ട്സുകൾ നിങ്ങൾ ഒരിക്കലും മറക്കരുത്. ആ റൂൾസ് നമ്മൾ മറന്നു പോകാൻ ഒരിക്കലും പാടില്ല കേട്ടോ, റിസീവിങ്ങും അതുപോലെ ഗിവിങ്ങും. ഓക്കെ, നമ്മളിവിടുന്ന് നമ്മുടെ റിസീവ് ചെയ്യുന്നത് എല്ലാം നമുക്ക് ഡെബിറ്റായിട്ടും, പേഴ്സണൽ അക്കൗണ്ടിൻ്റെ കേസിൽ റിസീവ് ചെയ്യുന്നത് ഡെബിറ്റായിട്ടും ഗിവ് ചെയ്യുന്നത് ക്രെഡിറ്റ് ആയിട്ടുമാണുള്ളത്. റിയൽ അക്കൗണ്ടിൻ്റെ കേസിൽ വാട്ട് ഈസ് എ കംസ് ഇന്നും വാട്ട് ഈസ് എ ഗോസ്